ഈ കമ്പിമാലിക്ക് ഈ കൊയ്ഹുരു എന്ന് പറയുന്ന പ്രദേശത്ത് പ്രധാനമായിട്ടും ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഈ വനങ്ങളോട് അതിരിടുന്ന വനപ്രദേശത്തൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പോലീസ് അല്ലെങ്കിൽ നിയമസംഹിത എഴുതപ്പെട്ട ഒരു നിയമസംഹിത അവർക്ക് ബാധകമാകാറില്ല. അത്തരത്തിലൊരു പ്രദേശമാണ് ഈ കൊയ്ഹുരു വില്ലേജ് എന്ന് പറയുന്നത്. ഇത് ഗജപതി ജില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഇയാൾ സ്ഥിരമായി വിധവകളായ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് നേരെയാണ് ഇയാൾ ഒരു അതിക്രമം കാണിച്ചു വന്നിരുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ഗ്രാമവാസികളിൽ നിന്ന് ഇയാൾക്ക് ഒരു എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇയാളെ കായികപരമായ അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും ചെയ്യാൻ ഇവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനകത്ത് ആദ്യം പ്രൈം സസ്പെക്റ്റ് ആയത് ഒരു സ്ത്രീയാണ്. ഇത് ജൂൺ 2-ാം തീയതി ഇയാൾ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഇയാൾക്ക് 2 മക്കളാണ്. മിന എന്ന് പറയുന്ന ഒരു മകനും സുന്ദരി മാലിക് എന്ന് പറയുന്ന ഒരു മകളുമുണ്ട്. ഇവർ രണ്ടുപേരും വീട്ടിലില്ലാതിരുന്ന ഒരു സമയത്ത് ഈ വീട്ടിലേക്ക് അർദ്ധരാത്രി എത്തിയ ഈ സ്ത്രീകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വീടിൻ്റെ വരാന്തയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഇയാളെ മൂർച്ചയുള്ള എന്തോ ആയുധം ഉപയോഗിച്ച് കൊലപ്പെടുത്തി. അതിനുശേഷം അവിടെ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി 2 കിലോമീറ്ററോളം അകലെയുള്ള ഒരു വനപ്രദേശത്തെ അരുവിയുടെ തീരത്ത് കൊണ്ടുപോയി കത്തിച്ചു. ഇത് പകുതി വെന്ത നിലയിലായിരുന്നു കണ്ടെത്തുമ്പോൾ മൃതദേഹം.